ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഗ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പം നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നം വരും അല്ലേ. മുഖത്ത് ചുളിവും പാടുകളും ഒക്കെ വരും. അപ്പോൾ അതിന് ചുളിവുകളും പാടുകളൊക്കെ മാറാനായിട്ടുള്ള ഒരു ടിപ്സായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് എന്താ പറയുക, കണ്ടു നോക്കിയാൽ മാത്രം പോരാ, ഇത് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു പ്രായമാകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ പിന്നെ ഓയിലൊക്കെ പോവും, ഡ്രൈ ആവും കൂടുതൽ. അപ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറാനും അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് ടിപ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയിസ്റ്റാക്കി വെക്കണം. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ പ്രായമൊക്കെ നല്ലതായിട്ട് കുറഞ്ഞിരിക്കും. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അറിവുകളും കാര്യങ്ങളും ഒന്നും അവർക്കില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മോഡേൺ യുഗത്തിലോട്ട് നമുക്ക് അങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ലതായിട്ടൊക്കെ നടക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ടിപ്സ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടുക, ഒരു സൺസ്ക്രീൻ ഇടുക. അപ്പോൾ അത് വീട്ടിലിരിക്കണമെങ്കിൽ പോലും നമ്മളത് മുടക്കരുത്, അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞ ഈ പാക്ക് ഇപ്പോൾ രാവിലെയൊക്കെയാണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ക്രീം ഇട്ടേച്ച് സൺസ്ക്രീൻ തന്നെ ഇടണം നിങ്ങൾ. അപ്പോൾ ഈ ക്രീം ഇടുന്നതുകൊണ്ട് ഈ നമ്മുടെ ഈ പാക്ക് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്കിൻ മോയിസ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചുളിവുകളും പാടുകളും ഒക്കെ മാറാനായിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും നമ്മൾ നാച്ചുറലായിട്ട്, ഇതിപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അല്ലാണ്ടുള്ള ക്രീമുകളും നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ചിലവരൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാകും, മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ. അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ പാക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സ്കിൻ മോയിസ്റ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ആൻറ്റി ഏജിങ്ങിനുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന എന്താണ് ഇതിൻ്റെ പേര് എന്നറിയാമോ എല്ലാവർക്കും? മസൂർ ദാളില്ലേ, അതാണ് നമ്മുടെ ചുമന്ന പരിപ്പ്. അത് ഞാനൊരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണിത്. അപ്പോൾ ഇത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ അതായത് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖത്തൊക്കെ നിറച്ച് ചുളിവൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ കഴുത്ത് വരെ നമുക്കിത് ഇട്ട് കൊടുക്കാം. കഴുത്തിലുള്ള ചുളുക്കും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണിത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് എടുത്തിട്ട് ഒരു ചെറിയ മിക്സിയുടെ അറ്റാച്ചിലോട്ട് ഇട്ടേച്ച് ഇത് നമുക്കൊന്ന്, അപ്പോൾ ഇത് തലേദിവസം വെള്ളത്തിലിട്ട് ഇത് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുത്തേച്ച് നമുക്ക് ഇത് എന്ത് ചേർത്ത് അരക്കണമെന്ന് അറിയാമോ? കുറച്ച് പാല് ചേർത്ത് ഇത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. പാലാണ്, അതിൽ വെള്ളമായിട്ടല്ല നമ്മൾ അരച്ച് ചേർക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ മിക്സിയിലൊക്കെ അരച്ചെടുത്തിട്ടുണ്ടോന്നുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഒരു ബോക്സിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഞാനൊരു 3 സ്പൂണാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ തൈരിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേനാണ്. തേനൊരു 2-3 തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കണ്ട ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ആൻറ്റി ഏജിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും
ഇതിലുണ്ട് നമ്മുടെ എന്തൊക്കെയുണ്ട്, നമ്മുടെ എഗ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സാധനം ഉണ്ടായത്. പിന്നെ നമ്മുടെ ഈ മസൂർ ദാളും ഒക്കെ നമുക്ക് സ്കിൻ ടൈറ്റ് ആവാനും നമ്മുടെ ചുളിവൊക്കെ ഉണ്ടാവില്ല മുഖത്ത്, അതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. തേൻ്റെ കാര്യം പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഒരു 40 വയസ്സിന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് കളറും വെക്കും, തന്നെയല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല തൂങ്ങാണ്ടും ടൈറ്റ് ആവാൻ പറ്റിയൊരു പാക്കാണ് നമ്മുടെ ഈ പാക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് വൈറ്റ് വേറെ, അങ്ങനെയെല്ലാം വേറെ വേറെ കിടക്കരുത്. ഇപ്പോൾ നല്ല ഒരു പാക്കിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്നൊക്കെ ഒന്ന് നോക്കാമേ. അപ്പം ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം. ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്കിന്നൊക്കെ റെഡിയാവാനും, പിന്നെ എന്താ, നമുക്കിപ്പോൾ ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങും. ഡ്രൈ ആവാൻ തുടങ്ങുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മുടെ സ്കിൻ മോയിസ്റ്റ് ആവാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദിവസവും ഒരു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വെച്ച് ഏതാ മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ വരട്ടണം, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് വീട്ടിലിരുന്നാലും ഒക്കെ നമുക്ക് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. പിന്നെ രാവിലെയാണ് നിങ്ങൾ ഈ പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വേണം നിങ്ങളുടെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ നമ്മുടെ സ്കിൻ മോയിസ്റ്റ് ആവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആവത്തില്ല. ഈ ഡ്രൈ ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ പ്രായമൊക്കെ തോന്നുന്നത്. അപ്പോൾ സ്കിൻ എപ്പോഴും നല്ല എന്താ പറയുക, സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കുക. അപ്പോൾ കുറച്ച് എണ്ണമയമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് കുറച്ച് എണ്ണമയവും ഒക്കെ കിട്ടും, ടൈറ്റാവും. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നത് അതിന് തന്നെ കഴുത്തിലോട്ടും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴുത്തിലുള്ള ചുളുക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി. അപ്പോൾ ഇത് 20 മിനിറ്റാണ്. 20 മിനിറ്റ് തേച്ച് ഫാൻ്റെ ഒട്ടിൽ പോയിരിക്കണം. ഇത് നല്ലതായിട്ടൊന്ന് വലിയണം. എല്ലായിടവും ഞാൻ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ആവാനും നിറം വെക്കാനും ഒക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടുമായിരിക്കും. അതിപ്പോൾ ഒരു ദിവസം ചെയ്ത് നിർത്തരുത് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. നമുക്ക് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കാണാമേ. നമുക്ക് റൈസും കൂടി കൂട്ടണേ. ഞാൻ
ചൂട്, നല്ല ചൂട്. ഓളി സൈഡെടുക്കട്ടെ. എന്നിട്ട് ഞാൻ കുറച്ച് സോയാ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ നമ്മൾ സോയാ സോസ് ഇട്ട് ഇനി നമുക്ക് കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ എഗ്ഗ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് ഇതാണ് സെല്ലറിയില്ലേ, അതാണ്. ഇത് കുറച്ച് ക്യാരറ്റ്. അങ്ങനെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടിൽ വേണം നമുക്ക് കൂട്ടാനേ, എന്നാലേ ഉള്ളൂ നെയ്യൊക്കെ ഒന്ന് റെഡിയായി കിട്ടത്തുള്ളൂ. വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. മൊത്തം ഒരു 15 പേരോളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്കിതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയൊന്നും ശീലമില്ല, എന്നാലും ഒരു ഉദ്ദേശം വെച്ച് ഉണ്ടാക്കുകയാണ്. സാധാരണ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എനിക്കിതിനൊക്കെ വരാറ്. ഉഷയ്ക്കിപ്പം കല്യാണമൊക്കെയാണ് മോളുടെ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. അപ്പം അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ജോലികളൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഞാൻ തന്നെത്താനെ ചെയ്യുന്നു. നമുക്ക് ബാക്കിയുള്ള ഈ റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണും കൂടി അങ്ങോട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവർ വരുമ്പോൾ 1 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് ഇതൊക്കെ കഴിച്ച് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അവിടെ. അതെ, നമ്മുടെ റൈസൊക്കെ
സൂപ്പറായിട്ടിവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് ചൂടാക്കിയാൽ മതി. അതിൽ ചെറിയൊരു തീ കൊടുത്താൽ മതി. അപ്പോൾ അത് 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. നമുക്ക് ഇതൊന്ന് ഇതാക്കി കൊടുക്കണം. എന്താണെന്നറിയോ, നമ്മൾ മുട്ടയൊക്കെ ഇട്ടേക്കണുണ്ടല്ലേ, ആകെ വലിഞ്ഞിരിക്കണായിരിക്കും. അപ്പോൾ ഒന്ന് ചുമ്മാ ഒരു മസാജ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കൂടുതൽ ഈ ഡ്രൈനെസ്സൊക്കെ മാറി ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലായിട്ട് കേട്ടോ. പിന്നെ ഒപ്പം നമുക്ക് സ്കിന്നിന് നല്ല നിറവും കിട്ടും. നമ്മുടെ ചുളിവുകളും പാടുകളും ഒക്കെ പോയി സ്കിൻ നല്ല ഓയിലി സ്കിന്നായി വരും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏജ് വരുമ്പോൾ സ്കിൻ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കിൻ്റെ വലിച്ചിലൊക്കെ മാറി നല്ല ഒരിതായിട്ട് വരും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചേക്കുക. ഒരു 4 ദിവസത്തേക്ക് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ സ്കിൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, നല്ല നിറവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിച്ച് ഓരോ ആഴ്ചയിലും 4 ദിവസം വെച്ചിടുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുളികളും ഒക്കെ പോയി സ്കിൻ നല്ല സോഫ്റ്റും ആവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും വേഗം തന്നെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കോ. സൂപ്പറാണ്. ലൈവായിട്ട് റിസൾട്ട് നിങ്ങൾ കണ്ടു. നല്ലതായിട്ട് സ്കിന്നൊരു ബ്രൈറ്റ് ആവുകയും ചെയ്ത്, ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റും ആവും കേട്ടോ. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.